നമസ്കാരം. ക്ഷേമ പെൻഷനിൽ നിന്ന് കൈയിട്ട് വാരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. നിങ്ങൾക്ക് എട്ടിന്റെ പണി വരും. വികലാംഗർക്കും വിധവകൾക്കുമുള്ള പെൻഷനിൽ നിന്നൊക്കെ കൈയിട്ട് വരാൻ നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല. അതൊക്കെ ഇച്ചിരി ഉള്ളവർ ഈ പണിക്കിറങ്ങില്ലല്ലോ. എല്ലാവർക്കും ഇല്ല. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ചിട്ട് വീണ്ടും പെൻഷനായിട്ട് വാങ്ങിക്കുന്നവർക്കേ പക്ഷെ പണി വരും. പേര് പുറത്തുവിട്ട നാറ്റിക്കില്ല. എന്നാലും പലിശയടക്കം തിരിച്ചു വാങ്ങുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഭവം അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെയും സർക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അല്ല, സർക്കാർ സർവീസിൽ ശമ്പളം വാങ്ങുമ്പോൾ പെൻഷന് അർഹതയില്ലെന്നും അത് വാങ്ങരുതെന്നും അറിയാമല്ലോ. എന്നിട്ട് എന്തിനാണ് ഈ സാഹസം? ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പോലും ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കോമഡി. എത്ര കിട്ടിയാലും മതിയാവില്ലല്ലേ. 1458 സർക്കാർ ജീവനക്കാരാണ് നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. ധനവകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. സർക്കാർ കോളേജിൽ പഠിപ്പിക്കുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരുമൊക്കെ പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെടും. പട്ടികയിലുള്ള ഭൂരിപക്ഷം പേരും ഇപ്പോൾ സർവീസിലുള്ളവരാണ്. ആരോഗ്യ വകുപ്പിലാണ് കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാരുള്ളത്. 373 പേരാണ് പെൻഷൻ വാങ്ങുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ 47, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46, ഹോമിയോപ്പതി വകുപ്പിൽ 41, കൃഷി റവന്യൂ വകുപ്പുകളിൽ 35, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31, കൊളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ 27, ഹോമിയോപ്പതിയിൽ 25 എന്നിങ്ങനെ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് വിവരം. വിധവ വികലാംഗ പെൻഷനുകളാണ് ഉദ്യോഗസ്ഥർ തട്ടിയത്. തദ്ദേശ സ്ഥാപനങ്ങളാണ് പെൻഷന് അർഹരായവരെ കണ്ടെത്തുന്നത് എന്നതിനാൽ അനർഹരെ ഒഴിവാക്കുന്നതിൽ സ്ഥാപനങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിൽ പെൻഷന് അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കിലെയും വിവരങ്ങൾ താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ കണ്ടെത്തിയത്. ഭൂരിപക്ഷവും ലാസ്റ്റ് ഗ്രേഡ് ക്ലറിക്കൽ ജീവനക്കാരാണ്. പ്രായപരിധി ബാധകമാകാത്ത പെൻഷൻ മുൻപ് വാങ്ങിയിരുന്നവർ സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെട്ട ശേഷമോ ജോലി കിട്ടിയ ശേഷമോ ഗുണഭോക്തൃ പട്ടികയിൽ തുടർന്നതാവാം തട്ടിപ്പിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. പഞ്ചായത്ത് തലത്തിൽ ഗുണഭോക്താക്കളെ ചേർത്തതിലും പ്രശ്നമുണ്ടാകും. മാസം 1600 രൂപയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ. അനർഹരായ 1458 പേർക്ക് നൽകുമ്പോൾ സർക്കാരിന് മാസനഷ്ടം 23 ലക്ഷം രൂപയോളം ഉണ്ടെന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. അർഹതയില്ലാത്ത പെൻഷൻ കൈയിട്ട് വരുന്ന എല്ലാ ഉദ്യോഗസ്ഥരിൽ നിന്നും പലിശ അടക്കം തിരിച്ചു വാങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം. പെൻഷൻ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷണം കഴിഞ്ഞാലുടൻ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്.